റവന്യൂ ഭൂമി കയ്യേറി കൃഷി ചെയ്തതിനു ശേഷം വിൽപ്പന നടത്തി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ശാന്തമ്പാറ പഞ്ചായത്തിലെ പേത്തൊട്ടിയിലെ സർക്കാർ ഭൂമിയാണ് മുട്ടുകാട് സ്വദേശി കയ്യേറുകയും പിന്നീട് കൃഷിയിറക്കിയതിനു ശേഷം ചെമ്മണ്ണാർ സ്വദേശിയായ നെല്ലുംകുഴിയിൽ ടോമി അലക്സിന് മറച്ചുവിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി വിൽപ്പന നടത്തിയ മുട്ടുകാട് സ്വദേശി ചെറുപുന്നക്കാലായിൽ സഹായദാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ടോമി അലക്സ് പറയുന്നു. 2024 ഫെബ്രുവരിയിലാണ് ടോമി അലക്സ് ഇടനിലക്കാർ വഴി പേത്തൊട്ടിയിലെ സ്ഥലം പാട്ടത്തിനെടുക്കുന്നതിനായി എത്തുന്നത്. തുടർന്ന് സ്ഥലം കൈവശം വെച്ചിരുന്ന സഹായദാസ് വിലയ്ക്ക് നൽകാമെന്നും പണത്തിന് അവധി നൽകാമെന്നും പറഞ്ഞതോടെ 20 ഏക്കർ സ്ഥലം 55 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ച 14 ലക്ഷം പിന്നീട് അഡ്വാൻസും നൽകി. ഇതിനുശേഷം ബാക്കി തുക നൽകുന്നതിന് മുമ്പ് വസ്തുവിന്റെ വിവരമറിയുന്നതിനായി ശാന്തൻപാറ വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് പേത്തൊട്ടി താവളത്തിൽ സർവേ നമ്പർ 63/1 സ്ഥലം സർക്കാർ റിസർവ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്നതാണെന്ന വിവരം അറിയുന്നത്. റവന്യൂ രേഖകളിലും ഇത് വ്യക്തമാണ്. തുടർന്ന് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായതോടെ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് സഹായദാസിനെ സമീപിച്ചെങ്കിലും പണം തിരികെ നൽകാൻ തയ്യാറായില്ല. സ്വർണം വിറ്റും ഇതുവരെയുള്ള സമ്പാദ്യവും ചേർത്താണ് സ്ഥലം വാങ്ങാൻ പണം നൽകിയത്. ഇത് നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടോമി അലക്സ്. പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും പറഞ്ഞ് എനിക്ക് അത് എഴുതി തരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി പൈസ ഞാൻ കൊടുത്തത് ആദ്യമേ കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസറാണ് പറയുന്നത് ഇത് സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ എനിക്ക് ഇത് ഭൂമി വേണ്ട, എൻ്റെ തന്ന പൈസ ഒന്ന് തരാൻ പറഞ്ഞു. ആ പൈസ തരികയില്ല, ബാക്കി പൈസയും കൂടെ വേണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, ഇവിടെയുണ്ടായിരുന്ന ഷെഡിൽ ടോമി കൃഷി ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന വളവും കാർഷിക ഉപകരണങ്ങളുമടക്കം ഇയാൾ കടത്തിക്കൊണ്ടുപോയതായും ടോമി പറയുന്നു. എന്നാൽ ഇതിനുശേഷവും ഇതേ സ്ഥലത്ത് വീണ്ടും വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നതറിഞ്ഞ ഇത് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർക്കും താലൂക്കിലും കളക്ടർക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറി വിൽപ്പന നടത്തുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുക്കുകയും വേണമെന്നാണ് ടോമിയുടെ ആവശ്യം. തന്നെ പോലെ ഇനിയൊരാൾ കബളിപ്പിക്കപ്പെടരുത്, അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നതെന്നും ടോമി പറഞ്ഞു. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ.